joining. Okay, thank you so much. Thank you so much. So, yesterday, ഞാൻ ഉണ്ടായിരുന്നില്ല. പകരം നമ്മുടെ ടീമിലുള്ള ഒരു മെമ്പറാണ് ഉണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നല്ലതായിരുന്നോ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? മെഡിറ്റേഷന്റെ പവറിനെ കുറിച്ചൊക്കെ സംസാരിച്ച ഒരു ബെനിഫിറ്റ്സുകളെ കുറിച്ച് സംസാരിച്ച സെഷൻ ആയിരുന്നു അല്ലേ? സോ ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്ന ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. റഷീദ് സാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നതെന്ന് തോന്നുന്നു. ആണോ? അതിവിടെ ഉണ്ടാവാറുണ്ടോ? ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. യെസ്, വെരി ഗുഡ്. താങ്ക് യു. ഓൾറൈറ്റ്. സോ അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു രസകരമായ ഒരു കാര്യം ഉണ്ടായത്. രസകരമായ ഒരു കാര്യമില്ല, ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആക്ച്വലി. ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ എടുക്കാനുള്ള. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഷെയർ ചെയ്തത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ടിയിരുന്ന വിഷയം എങ്ങനെ ദേഷ്യം മാനേജ് ചെയ്യാം എന്നുള്ള വിഷയമായിരുന്നു. പക്ഷെ അതിന് പകരം അന്ന് എടുത്തത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. അപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അന്ന് എടുത്തു. പക്ഷെ അന്ന് പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം എന്നുള്ള വിഷയമായിരുന്നു. ഇന്ന് ആ വിഷയത്തിലാണ് ക്ലാസ് ഉള്ളത്. സോ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. നമ്മളുടെ സെഷനിൽ നമ്മൾ ഇൻ ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് എങ്ങനെ നമുക്ക് നമ്മളുടെ ആങ്കർ മാനേജ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ. അപ്പോ വൺ ഡേ ഓൺലി മിസ്ഡ്. ഓക്കെ, ഓക്കെ. ഒരു ദിവസം മിസ് ആയിട്ടുള്ളൂ. മെഡിറ്റേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? മോർണിംഗ് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടോ സാർ? മോർണിംഗ് ക്ലാസ്സിൽ കാണുന്നുണ്ടായിരുന്നില്ല, വീഡിയോയിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, വെരി ഗുഡ്. യെസ്റ്റർഡേ വാസ് ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. സോ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. ഓക്കെ, ഇതേപോലെ നമ്മളുടെ മെന്റേഴ്സ്, നമ്മുടെ ടീം മെമ്പേഴ്സിൽ നിന്നുള്ള പുതിയ ആൾക്കാർ നിങ്ങൾക്ക് സെഷൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? വട്ട് യു തിങ്ക്? കാരണം എനിക്കിങ്ങനെ തോന്നും ചില ദിവസം, എല്ലാ ദിവസവും എൻ്റെ മുഖം തന്നെ കണ്ട് എൻ്റെ ക്ലാസ്സുകൾ തന്നെ കേട്ട് നിങ്ങളും ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറെന്റ് ഫേസ് വരാം, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചില ക്ലാസ്സുകൾ. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള പുതിയ ട്രെയിനർമാരുടെ പുതിയ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കത് താല്പര്യമുണ്ടോ? അറിയുക. കാരണം ഓരോ വ്യക്തികളിൽ നിന്നും പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളത് ആഗ്രഹിക്കും. പുതിയ അതല്ല നമ്മുടെ ക്ലാസ്സിന്റെ മാത്രം മതി എന്നാണ് ആഗ്രഹിക്കുന്നത്? വാട്ട് യു പ്രിഫർ? ഓക്കെ, കൃഷ്ണ പറയുന്നത് ഞാൻ മതി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് സീ. എന്തായാലും താങ്ക് യു സോ മച്ച്. ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ ഇന്നത്തെ വിഷയം പറഞ്ഞതുപോലെ എന്താണ്? ആങ്കർ മാനേജ്മെന്റ്. എന്താണ് ദേഷ്യം? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദേഷ്യം വരുന്നത് പല തരത്തിലുണ്ട്. നമുക്ക് നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്, ഓക്കെ, നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നമ്മൾ കഴിവുള്ളവരായി മാറുന്നു. വി ബിക്കം സോ ഗുഡ് അറ്റ് ഇറ്റ്. പരമാവധി ആൾക്കാർ വീഡിയോയിലൊന്നും വരും കേട്ടോ. ലൈക്ക് എനിക്കിവിടെ ആകെ ഒരു മൈമുന മാം മാത്രമാണ് വീഡിയോയിലുള്ളത്, വേറെ ആരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് എന്നും ആ ഒരു കൃത്യത പാലിച്ച് നല്ല രീതിയിലേക്ക് ഫോക്കസ് ആയിട്ട് നല്ല രീതിയിലേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലേ? ഓക്കെ, ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങളെയും കാണുന്നു, നിങ്ങളും സീരിയസ് ആയിട്ട് കേൾക്കുന്നു, നിങ്ങൾ അവിടെ ഉണ്ട്. മറിച്ച് ഞാൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ ഒരു പേരും കാണും, അവിടെ ആളുണ്ടോ, ആൾ ഉറങ്ങുവാണോ, ആള് ചായ കുടിക്കാൻ പോയോ, ആള് കുളിക്കാൻ പോയോ, ആള് വേറെ എന്തെങ്കിലും ചെയ്യണോ, ആള് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ, പേരിനിരിക്കുകയാണോ, ഇങ്ങനെയൊക്കെ തോന്നിപ്പോവും. നമുക്കൊരു എനർജി ഉണ്ടാവില്ല. യു ജസ്റ്റ് ബി ഹിയർ. നിങ്ങൾ നമ്മുടെ ഒരു ഫാമിലി അല്ലേ. നിങ്ങൾ ചിലപ്പം ഡ്രസ്സിങ്ങിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്ന് ഇവിടെ വന്നിരിക്കാം, നമുക്കൊന്ന് കാണാം. അപ്പൊ അതൊരു സന്തോഷമാണ്. കാണാണ്ടോ? ലൈക്ക് പരീക്കുട്ടി സാഹിബിന്റെ ഒക്കെ എന്താ പറയാ, മുഖം കാണുമ്പം ഒരു സന്തോഷമാണ്. അതേപോലെ തന്നെ വി ഹാവ് ഉമർ ഖത്താബ് ഈസ് ഹിയർ, അനിത മാം ഈസ് ഓക്കെ. സി, അനിത മാം ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഐശ്വര്യമാണ് ചില വ്യക്തികൾ. ഓക്കെ, then we have Bindu ma'am is here. Thank you, Bindu ma'am, for being here. Okay, very good. You are wearing a nice dress. I like your dress, white. Okay. കിച്ചണിലാണ്.
കിച്ചണിലാണ്, ബട്ട് സ്റ്റിൽ ലൈക്ക് യു ആർ ലുക്കിംഗ് ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. And then we have ബഷീർക്ക സുഖാണ് വിചാരിക്കുന്നു. We have ജാസിറ ബേബി. ഓക്കെ, ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ക്യാമറയിൽ വരാൻ പറ്റും. സോ കം ഹിയർ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ആസ് എ റിയൽ ക്ലാസ് ആയിട്ട് മാറട്ടെ. ഇന്നത്തെ വിഷയം ദേഷ്യം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള വിഷയമാണ്. നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കുറക്കാം എന്നുള്ള വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വീഡിയോയിൽ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. ഒന്ന് ചായ കുടിക്കുമ്പോഴേ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ശരി ശരി ശരി, ഞാനിവിടെ ഒരു കോഫി കുടിക്കുന്നു. ഓക്കെ, കോഫി അല്ല, ഇറ്റ്സ് എ ടീ. ഓക്കെ, ജസ്റ്റ് താങ്ക് യു. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് വരുന്നത് പല രീതിയിലുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾക്കുണ്ടാകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാകും. ഓക്കെ, ഇപ്പൊ PTSD എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. PTSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലർ പോകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് പെയിൻഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞില്ല. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് നമ്മളെന്ന് വെച്ചാൽ മാതാപിതാക്കൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് ഓരോ കാര്യത്തിലും കൺട്രോൾ ചെയ്യാൻ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. എപ്പോഴും അവരുടെ ബോഡി എന്താ വെച്ചാൽ ലൈക്ക് മനസ്സിലാവുന്നുണ്ടോ, ഒരു നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി വരും. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആരും കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പരിധിക്കപ്പുറം നമുക്ക് തീർച്ചയായിട്ടും സുരക്ഷ വേണം, സേഫ്റ്റി വേണം, കെയർ ചെയ്യണം, പക്ഷെ അത് കൺട്രോളിങ്ങിലേക്ക് പോകണം. എന്നാൽ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിലൂടെയാണ് കടന്നു പോയത് എങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ലൈക്ക് ഇഫ് യു ആർ കൺട്രോളിങ് ദം സോ മച്ച്, ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വല്ലാത്തൊരു സഫക്കേഷൻ അനുഭവപ്പെടുകയും എപ്പോഴും ഒരു അലേർട്ട് മോഡിൽ, ഒരു മിസ്റ്റേക്കും ചെയ്യാൻ പാടില്ല. മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. സോ ഇതിങ്ങനെ അലേർട്ട് മോഡിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ലെവലിൽ ഒരു കൂടും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ ബിഹേവിയർ ഡെവലപ്പായി തുടങ്ങും. കുഞ്ഞു കുട്ടികൾ ചെറുപ്പത്തിൽ എങ്ങനെയൊന്നും അല്ല, പിന്നീട് അവരിങ്ങനെ 2, 3, 4, 5 വയസ്സ് കഴിയുമ്പോഴേക്കും വാശി തുടങ്ങുന്നത്. നമ്മൾ കാണിക്കുന്ന ആങ്കർ അതുപോലെ കോപ്പി ചെയ്യുന്നു. നമ്മൾ കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ, നമ്മൾ സ്ട്രെസ്ഡ് ആണോ മക്കളിലേക്ക് അത് വരും. നമ്മൾ വല്ലാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാമല്ലാത്ത രീതിയിലേക്ക് സംഗതികൾ ചെയ്യുന്നുണ്ട്, മക്കളിലേക്ക് വരും. അപ്പൊ നമ്മുടെ പാരന്റ്സും ഇതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കുട്ടികൾ. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽ ഏതാണ്? ചിലത് എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് കൺട്രോളിങ് ആയിരിക്കും. ചിലർ എങ്ങനെയാണ്, ഈ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നന്നായിട്ട് ഷൗട്ട് ചെയ്യും. കുട്ടികളോട് ഷൗട്ട് ചെയ്തു, ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും, 3 പ്രാവശ്യം പറയുമ്പോൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഷൗട്ട് ചെയ്യും. ഈ ഷൗട്ട് ചെയ്യുന്നത് ഇവർ കോപ്പി ചെയ്യും. 60% ഇവർ കോപ്പി ചെയ്യും. അപ്പൊ നമ്മൾ കുട്ടികളിൽ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തതായിരിക്കാം. 60% ബിഹേവിയറും കോപ്പി ചെയ്തതാണെന്ന് പറയാം. അതേപോലെ ദേഷ്യം നമ്മൾ കോപ്പി ചെയ്തതായിരിക്കാം നമ്മുടെ പാരന്റ്സിൽ നിന്ന് ഒരു സംഗതി. ഇത് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളിൽ എന്തുണ്ട്, നമുക്കത് സ്ട്രെസ് തന്നിട്ട് നമ്മളും അതൊരു ഇമോഷൻസ് പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസമായിട്ട്, ഒരു എളുപ്പമുള്ള വഴിയായിട്ട് നമ്മളുടെ ഉള്ളിലുള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കുക, വെന്റ് ചെയ്യും. ഇത് 2 രീതിയിൽ സംഭവിക്കും. ഒന്ന് സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ സംഭവിച്ച് നമ്മൾ പുറത്തെടുക്കാതെ, നമ്മൾ തുറന്നു പറയാതെ, കാമായിട്ട് കൂളായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നു, നമ്മളെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നു, നമ്മൾ എന്താ വെച്ചാൽ തെറ്റുകളിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് അവിടെ സ്പേസ് ഇല്ല. നമുക്ക് സംസാരിക്കാനോ ഇമോഷൻസ് സംസാരിക്കാനോ കാര്യങ്ങളോ തുറന്ന് സംസാരിക്കാനോ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം ഇത് പുറത്തു വരും. ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകും. അപ്പൊ വല്ലാണ്ട് ആങ്കറിലേക്ക് പോകും. ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ എന്താ വെച്ചാൽ വല്ലാത്ത പെയിനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ബിഗ് ഇഷ്യൂ, വലിയ ഇഷ്യൂ ആയിട്ട് മാറും. ഇത് സ്ഥിരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചു, ഇറ്റ് ബിക്കം അവർ പാറ്റേൺ, നമ്മുടെ ക്യാരക്ടറായിട്ട് മാറി. അല്ലെ, നിങ്ങൾ ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് പറയും പ്രാക്ടീസ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൽ നിങ്ങൾ അഗ്രഗണ്യനായിട്ട് മാറും. ശരിയാണോ? നിങ്ങൾ ഒരു കാര്യം സ്ഥിരമായി, അപ്പൊ ദേഷ്യം പിടിക്കുന്നത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്ത് നമ്മളൊക്കെ അധികം ആൾക്കാരും അതിൽ കഴിവുള്ളവരായി മാറി, അതിൽ ഉഷാറായിട്ട് മാറി. സോ
നമ്മളെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഒരു ക്യാരക്ടറായിട്ട് മാറി. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ദേഷ്യം പിടിക്കുന്നതിന്റെ കാരണം നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളും ഇതേപോലെ കാരണമായിട്ട് മാറും. കാരണങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള സംഗതികൾ, അത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വരുന്നുണ്ടാവും. നമ്മളെപ്പോഴും അതിന്റെ റിപ്പീറ്റേഷൻ ഇവിടെ സംഭവിക്കുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ദേഷ്യം പിടിക്കുക എന്നുള്ളത് ഒരു എളുപ്പ വഴിയാണ്. സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ദേഷ്യം പിടിക്കണം. ഇപ്പൊ ദേഷ്യം രണ്ട് തരത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആങ്കർ, അതേപോലെ റെഡ് ആങ്കർ. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീക്കിൽ നമ്മൾ പഠിപ്പിച്ചത് ബ്ലാക്ക് ആങ്കർ, റെഡ് ആങ്കർ, വൈറ്റ് ആങ്കർ. ദേഷ്യം ഉണ്ടാകുന്നത് കുഴപ്പമില്ല, അതൊരു ഡിസ്ട്രെസ് ആയിട്ട് മാറുന്നത്, ഡിസ്ട്രെസ് ആയിട്ട് നമുക്കുണ്ടാകുന്നത് കുഴപ്പമില്ല. അതായത് ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകുന്നത് കുഴപ്പമില്ല, ഒരു ഇഷ്ടക്കേട് നമുക്കുണ്ടാകുന്നത് കുഴപ്പമില്ല, അത് പ്രകടിപ്പിക്കുന്നതും കുഴപ്പമില്ല. പക്ഷേ അതെന്തായി പോകരുത്? അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഒന്നുകിൽ നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്കോ വേറൊരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്കോ പോകും. നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പറയുന്നതാണ് റെഡ് ആങ്കർ എന്ന് പറയും. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ചില ആൾക്കാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചുമര് തലയിട്ടടിക്കും. അതേപോലെ തന്നെ വെച്ചാൽ ഭക്ഷണം കഴിക്കില്ല, പിന്നെ ഒന്നും കഴിക്കില്ല, സ്വയം ശിക്ഷിക്കും. ദാറ്റ്സ് റെഡ് ആങ്കർ. അതൊരു ഡിപ്രഷൻ കൈൻഡ് ഓഫ് സിംറ്റംസിലേക്ക് നയിക്കും. പതിയെ നമ്മൾ അത് കൂടുതൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആത്മഹത്യാ പ്രേരണ, സ്വയം വേദനിക്കുക, ഞാനെന്തിനാ ജീവിക്കുന്നത്, സ്വന്തത്തോട് വെറുപ്പ് വരിക. കുട്ടികളോട് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളോടല്ല കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവുക, സ്വന്തത്തോടാണ് ദേഷ്യം ഉണ്ടാവുക. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിലും വേറൊരാൾ നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിലും ആദ്യം നമ്മൾ വെറുക്കുക നമ്മളെയാണ്. അവിടെയാണ് നമ്മൾ വീക്കായി പോകുന്നത്, അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്, അവിടെയാണ് നമ്മൾ വിഷമത്തിലായി പോകുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ ഞാൻ ചെയ്തു പോയല്ലോ. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്? നമ്മളെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, നമുക്കിഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്ത സമയത്ത്, ആ ഒരു ട്രോമ ഉണ്ടായ സമയത്ത്, ആ ഒരു ട്രോമ നമ്മളെ കുറ്റപ്പെടുത്തും, ഒരുപാട് കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരുപാട് കൺട്രോളിങ്, ഞാൻ തെറ്റ് ചെയ്തു, ഈ സംഗതികൾ വരുമ്പോൾ നമുക്കെന്ത് വെച്ചാൽ നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട് പ്രതികരിക്കണം എന്നുള്ളത്. അങ്ങ് ഒച്ചയിട്ട് അങ്ങോട്ട് വാശി പിടിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അപ്പോൾ അവിടെ ശാന്തമാണ്. മനസ്സിലാവുണ്ടോ? അല്ലെ? ഈ പ്രതികരിച്ച ആള് ഒന്ന് ഒതുങ്ങും. ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയ ഒരാൾ എന്ത് ചെയ്യും? അപ്പോഴും അവർക്കൊരു ബോധം വരും. അത് നമ്മളെ പാരന്റ്സ് ആവാം, അപ്പൊ നമ്മുടെ മക്കള്. അപ്പോൾ അങ്ങനെ ഒച്ച എടുക്കുമ്പോൾ മറ്റേയാൾ ഒതുങ്ങുന്നു. അപ്പൊ അവിടെ എനിക്കൊരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഒച്ച എടുക്കുമ്പോൾ, ഞാൻ ശബ്ദമുണ്ടാക്കുമ്പോൾ, ഞാൻ പ്രതികരിക്കുമ്പോൾ എനിക്ക് അവിടെ എന്ത് ചെയ്യുന്നു? എനിക്ക് എന്റേതായിട്ടുള്ള സ്പേസ് കിട്ടും. അപ്പൊ നമുക്ക് സ്പേസ് കിട്ടാത്തടത്ത് നമ്മൾ സ്പേസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ആങ്കർ എന്ന് പറയുന്നത്. പക്ഷെ അതെന്തായി മാറും? അതൊരു ശീലമായി മാറി എന്നുള്ളതാണ് പ്രോബ്ലം. അല്ലെങ്കിൽ അത് നമുക്കൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആയിട്ട് മാറി. സ്ട്രെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വയം നമ്മൾ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് സംഭവിക്കുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതൊരു സ്ട്രെസ് ഹോർമോണാണ്. അത് ശരിക്കും നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് കൂടുതൽ അളവിലേക്ക് വരുമ്പോൾ നമ്മളുടെ പലതരത്തിലുള്ള നമ്മുടെ മെറ്റാബോളിസത്തെ അത് ബാധിക്കുന്നു. മെറ്റാബോളിസമാണ് നമ്മുടെ ശരീരത്തിലെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ കറക്റ്റായിട്ട് വേർതിരിച്ച് ഓരോ ശരീരത്തിലേക്കും എത്തിക്കണം. ഈ പോഷകങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപാദനം നടക്കുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് ആണ് പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉണ്ട്, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ഹോർമോൺസുകളുണ്ട്. അപ്പൊ സ്ട്രെസ് നമുക്ക് വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് കോർട്ടിസോൾ, അതേപോലെ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് നമുക്ക് പെയിന് വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ അതിന് നമ്മൾ എന്താണ് എളുപ്പവഴി കണ്ടെത്തിയത്? ദേഷ്യം പിടിക്കുക എന്നുള്ളതാണ്. അത് ശീലിച്ചു പോന്നിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യേണ്ടത്, ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്യണം. ഓക്കെ, അത് ഹീൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? മെഡിറ്റേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. യു പ്രാക്ടീസ് മെഡിറ്റേഷൻസ് ഡെയിലി മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. ഇവിടെ ഡെയിലി മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ ഡെയിലി മെഡിറ്റേഷനിൽ എത്ര പേരുണ്ട്? മീ എന്ന് കമന്റ്, ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓക്കെ, മൈമുന മാം എങ്ങനെയുണ്ട്? മെഡിറ്റേഷനിൽ പങ്കെടുക്കുമ്പോൾ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടോ? അതോ ദേഷ്യം പണ്ടേ കുറവാണോ? മെഡിറ്റേഷന് ശേഷം ദേഷ്യം കുറഞ്ഞിട്ടുണ്ടോ? ദേഷ്യം അല്ലെങ്കിൽ എന്താ പറയാ, പെട്ടെന്നുള്ള ചൂടാവുന്ന വികാരം, സംഗതികൾ കുറഞ്ഞവർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. കുറഞ്ഞിട്ടുണ്ട്? അതേ അങ്ങനെ ദേഷ്യപ്പെടലില്ല ആരോടും.
ആദ്യ ദേഷ്യപ്പെടലില്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഞാൻ നിങ്ങളെ ഉദ്ദേശമല്ല ചോദ്യം, ദേഷ്യമുള്ള ആൾക്കാരുണ്ട് അവരോടാണ്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ശരി, ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറഞ്ഞവരൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേ. കൺട്രോൾ ഉണ്ട്. ഇക്ബാൽക്ക പറയുന്നു നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, കൺട്രോൾ ഉണ്ട്. ഓക്കെ, അതായത് മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കുറഞ്ഞ് നമുക്ക് വരും. അപ്പോൾ ദേഷ്യത്തിന് പലതരത്തിലുള്ള സംഗതികൾ, കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സൈക്കോളജിക്കലി അല്ലാണ്ട് ദേഷ്യം വരുന്നതിന് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും ഇപ്പൊ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കണം. ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നു. ഓക്കെ, നന്നായി കുറഞ്ഞു. സൂരജ് പറയുന്നു നന്നായി കുറഞ്ഞു. മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്തു, ദേഷ്യം നന്നായിട്ട് കുറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, നല്ല മാറ്റമുണ്ട്. വെരി ഗുഡ്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്തിങ് ഒക്കെ എടുത്ത് നമ്മളെ ശരീരത്തെ കാമാക്കി നല്ല ചിന്തകളൊക്കെ കൊടുക്കുമ്പോൾ, നമ്മൾ ആ ഒരു ബ്രീത്തിങ് എക്സസൈസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാമായി 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 കൂളായിട്ട് വരികയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ EFT കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? EFT കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താകും? നമ്മൾ കൂടുതൽ റിസൾട്ടിലേക്ക് എത്തും എന്നുള്ളത്. കാരണം നമ്മളിപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ കൂടുതൽ കാം ആവുകയാണ്, ഓക്കെ ആവുകയാണ്, ഹീലിംഗ് നടക്കുന്നു, നമ്മുടെ ഇപ്പോഴും കറന്റ്ലി ഉള്ള ഇഷ്യൂസിന് ക്ലിയർ ആണ്. പക്ഷേ EFTയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചൈൽഡ്ഹുഡിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ എടുത്ത് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ ലിറ്ററലി ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്താണോ നമ്മളെ ദേഷ്യത്തിലേക്ക് നയിക്കുന്ന തുടക്കം മുതലുള്ള കാരണങ്ങളുണ്ട്, ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ള ഫൗണ്ടേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഡെവലപ്പ് ആവാൻ കാരണമായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ചെറുപ്പത്തിലാവാം, അല്ലെങ്കിൽ കുറച്ച് റീസെന്റ് ആവാം. അപ്പൊ ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ട്രിഗറിങ് അവസാനിക്കും. പ്രോബ്ലം എന്താ വെച്ചാൽ ട്രോമ ഉണ്ടാകുന്നു എന്നുള്ളതല്ല പ്രോബ്ലം. ഈ ട്രോമ ഉണ്ടായതിനു ശേഷം ഈ ട്രോമ ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഈ ട്രോമയിലേക്ക് കണക്റ്റഡ് ആവുന്നുള്ളത്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമ്മൾ ഈ ട്രോമയിലേക്ക് കണക്റ്റഡ് ആവും. അപ്പൊ അതാണ് ട്രിഗറിങ് ഫാക്ടർ. ഈ ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാകുന്നതിന് കാരണം ട്രോമ ഹീൽ ചെയ്യാത്തതുകൊണ്ട്. ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ട്രിഗർ ചെയ്യില്ല. ട്രിഗർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് കണക്റ്റഡ് ആവില്ല. അതായത് പഴയതിലേക്ക് കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആ ട്രോമ ഉണ്ടായിരുന്ന സമയത്ത്, ആ പെയിൻ ഉണ്ടായിരുന്ന സമയത്ത്, ആ കുറ്റപ്പെടുത്തപ്പെട്ട സമയത്ത്, ഒറ്റപ്പെടുത്തപ്പെട്ട സമയത്ത്, അല്ലാണ്ട് വേദനയിലൂടെ കടന്നുപോയ ചെറുപ്പകാല ആ സമയങ്ങളിൽ നമ്മൾ വല്ലാണ്ട് എന്ന് വെച്ചാൽ ബോഡി എപ്പോഴും ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു വിഷമമുള്ള, പ്രയാസമുള്ള, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നു. ഒരു നെഗറ്റീവ് ചാർജിലൂടെ കടന്നു പോകുന്നു. സ്ട്രെസ് ലെവൽ കൂടുന്നു, ഹോർമോൺ ലെവൽ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസുകൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇത്രയും കാര്യങ്ങളിലേക്ക് വീണ്ടും സിമിലർ ആയ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, ആരെങ്കിലും നമ്മളോട് ചൂടാകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? ആ പഴയ അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ കോർട്ടിസോൾ ലെവൽ കൂടുന്നു, അഡ്രിനാലിൻ ലെവൽ കൂടുന്നു, അതേപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം കൂടുന്നു. നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, നമ്മൾ ആകെ എന്തോ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അന്ന് റിയാക്ട് ചെയ്തതുപോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. യു ഗോട്ട് ഇറ്റ്? ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ദേഷ്യം വരുമ്പോൾ സംഭവിക്കുന്നതാണ്. യു ആർ ഗോയിങ് ത്രൂ ദാറ്റ്. അപ്പൊ എന്താ വേണ്ടത്? ആ ചെറുപ്പത്തിലുള്ള ആ സംഗതി ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഹീൽ ചെയ്യുക. ആ ഇൻസിഡന്റുകൾ എടുത്തിട്ട് ഓരോന്നെടുത്തിട്ട് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്ക് ട്രിഗറിങ് വരില്ല, പുതിയ ട്രിഗറിങ് കണക്റ്റഡ് ആയിട്ട് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മുടെ കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഷിഫിൻ ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ റഷീദ് ഗേ ഉണ്ട്, ലൈക്ക് അതേപോലെ അനിത മാം ഉണ്ട്, ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ, സുഷേഖ് ഈസ് ഹിയർ. സോ നിങ്ങൾ എല്ലാവരോടും ഇതില് ഒരു ട്രോമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളില്ല. പക്ഷെ ജനറലി നമ്മുടെ പീരീഡ് ഒക്കെ ഒരു തരം ജനറൽ ഫിയർ, അതായത് പോലീസിനെ പേടി, കള്ളനെ പേടിയാണ്, അതുപോലെ അധ്യാപകനെ പേടിയാണ്, അവരെ ചൂരലൊക്കെ ഉണ്ടാവും കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഒരു ഇതാണ്. ടീച്ചേഴ്സ് റൂമിൽ ഒരു ഒഫീഷ്യൽ ചൂരലെന്നെ ഉണ്ടായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ എടുത്തു അടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജനറൽ ഇത് നമ്മളുടെ ഒരു
ഫുൾ കാലിബർ പുറത്തേക്ക് വരാതെ ഇങ്ങനെ ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു സംഭവം. അതിന് നമുക്ക് ട്രോമ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം പല ക്ലാസ്സിൽ കേട്ടപ്പോൾ ട്രോമ ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ജനറൽ ആയിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പൊ അതിനെ എടുത്ത് കളയാനുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ, അതായത് ദിസ് ഈസ് ആൾസോ എ ട്രോമ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതും ഒരു ട്രോമ, ഡയറക്റ്റ് ട്രോമ അല്ല എന്നുള്ളൂ. ലൈക്ക് ബിക്കോസ് യു ആർ ഇൻ എൻ അൺകംഫർട്ടബിൾ എൻവയൺമെന്റ്. യെസ്. അപ്പൊ ആ അൺകംഫർട്ടബിൾ എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആവാം. പലതും ട്രോമാറ്റിക്. നമ്മളെ ഒരാൾ നേരിട്ട് വന്ന് ഉപദ്രവിക്കണമെന്നില്ല. നമ്മളൊരു ഇൻസിഡന്റ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആ ഇൻസിഡന്റിന്റെ ആ സ്ഥലത്ത് നമ്മൾ എത്തിയാൽ തന്നെ ചിലരെന്ത് വെച്ചാൽ അത് ഓരോരുത്തരും അതെങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ ചൂരല് പേടി വന്നു മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുൻപ് ചിലപ്പോൾ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ടാവാം, അടി കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ അടി കിട്ടിയത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. എനിത്തിങ് ക്യാൻ ബി ട്രോമാറ്റിക്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള പ്രശ്നമായി മാറണം എന്നില്ല. കണ്ടിന്യൂസ്ലി അത്തരത്തിലുള്ള ഒരു എൻവയൺമെന്റിലൂടെ കുറച്ചു കാലം എക്സ്പോസ്ഡ് ആയാൽ ബോഡി എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേടി, ഫിയർ വല്ലാണ്ട് കയറി വരുന്നത്. അത് ഇൻഹിയറന്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഒരു സർട്ടൻ പെർസെന്റേജ് എന്നുള്ളതാണ്. സ്റ്റിൽ ക്ലാസ്സിലൊക്കെ സാർ ഒന്നാമതായിരുന്നു. ഒരിക്കലും അധ്യാപകനോട് അടി കിട്ടിയിട്ടൊന്നുമില്ല. ചിലരെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ബിക്കോസ് എന്ന് വെച്ചാൽ വയനാട് ദുരന്തം നടന്നു, അത് പലർക്കും ട്രോമാറ്റിക് ആണ്. അവിടെ ഇല്ലെങ്കിൽ പോലും ചില ആൾക്കാരെ നന്നായിട്ട് ബാധിക്കും അവിടെ. അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള കഥകൾ ഭയങ്കരമായിട്ട് പിന്നെ ഫിയർ കയറും. ചിലർക്ക് എന്താ വെച്ചാൽ പിന്നെ മലമ്പ്രദേശങ്ങൾ താമസിക്കാൻ പേടിയുള്ളവരുണ്ടാവും. ഇറ്റ് ക്രിയേറ്റ്സ് ലോഡ് ഓഫ് ഫിയർ ഇൻ പീപ്പിൾ. ആൻഡ് ഈസ് ഇറ്റ് ട്രോമാറ്റിക്? അപ്പൊ അത് ഒരു ആക്സിഡന്റ് കണ്ടാൽ, നേരിട്ട് കണ്ടാൽ അത് ട്രോമാറ്റിക് ആണ്. അറിയില്ല, അപ്പൊ അവരതിൽ ഇൻവോൾവഡ് ആവണം എന്നില്ല. ഈ ഇൻവോൾവഡ് ആവുന്നത് ഇമോഷണലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് ക്രിയേറ്റ്സ് ഫിയർ ഇൻ us. സോ ദാറ്റ് ഈസ്, അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് തന്നെ നേരിട്ട് സംഭവിക്കണം എന്നില്ല. ബട്ട് നമ്മളത് ആ പെയിന് ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമ്മളെ ബാധിച്ചു. അത് നമുക്കറിയാം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ. പിന്നീടുള്ള ലൈഫിൽ നമ്മൾ സിമിലർ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. അത് നമുക്ക് EFT ചെയ്തിട്ട് അതിൽ നിന്ന് അങ്ങനെ മെല്ലെ ഹീൽ ചെയ്ത് എടുക്കാമല്ലോ. എടുക്കാം. അതേ ഇഷ്യൂസും അതേ മെമ്മറീസും പോവുക. ആ മെമ്മറീസിലേക്ക് പോയിട്ട് എന്താ വെച്ചാൽ EFT ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിനെ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ഹീൽ ചെയ്ത് എടുക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട സ്റ്റോറി കേട്ടതായിരിക്കാം. കേട്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നിയ സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ കേട്ടതിന് ശേഷം വേണ്ടായിരുന്നു, അങ്ങനെയുള്ള സംഗതികളായിരിക്കാം. സോ നിങ്ങൾ ഏറ്റവും ഉള്ളിൽ ഒരു വിഷമമായി കൊണ്ടു നടക്കുന്ന, ഇമോഷണലി കണക്റ്റഡ് ആയി നിങ്ങളെ അസ്വസ്ഥനാക്കിയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞ കഥയായിരിക്കാം, ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോറി ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ട് നിങ്ങൾ കണ്ടതായിരിക്കും. whatever it is, നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ട്രെസ് ഫീൽ ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസിലേക്ക് പോവാം, ടാപ്പ് ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് എന്താ വെച്ചാൽ ഒന്ന് മെമ്മറീസ് കൊണ്ടുവരിക, ഇന്റൻസിറ്റി അളക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഹീൽ ചെയ്ത് പ്രോസസ് ചെയ്ത് വരും. അപ്പോൾ ആ നേരത്ത് ചിലപ്പോൾ കുറച്ച് ഇന്റൻസ് ആയിട്ട് ഇമോഷൻസ് ചിലപ്പോൾ ഫീൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അനുവദിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ചേഞ്ച് ഇവിടെ സംഭവിക്കും. ഇറ്റ് ഈസ് സോ പവർഫുൾ. അത് ഞാൻ റഷീദ്, ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ മറ്റൊരു കോഴ്സ് സ്റ്റുഡൻറ്റുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ഫോർ എ ഹീലിംഗ്, ഒരു വീക്ക്ലി ഹീലിംഗ് പോലൊരു സംഗതി, ഒരു ഗ്യാതറിങ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ട ഒരു ഡിസ്കഷൻ ഞാൻ നമ്മളുടെ കോഴ്സിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള രൂപേഷ് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ അതിങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് ആസ് എ ടീം നമുക്കത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ കാലിക്കറ്റ്, ഒരു ഹീലിംഗ് ചാപ്റ്റർ പോലെ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നുണ്ട്. റഷീദ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിസ്കസ്, സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് we need a community where we can heal a lot of things and we can bring the best out of the people. Okay, whatever possible. And then session at Palakkad 5 days, 5-6 normally still. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ കാലിക്കറ്റ് ആണല്ലോ പ്രദേശം എന്നുള്ള രീതിയിൽ
അപ്പം ഇനി നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരുപാട് പേര് നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഫാമിലീസിനൊക്കെ കണക്റ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ അങ്ങനെ ഒരു ഹീലിംഗ് സെന്റർ ഒരു സെഗ്മെന്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒത്തുകൂടിയിട്ട് കണക്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഹീൽ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്ത് കൊടുക്കുന്ന ഹീലിംഗ് ബഡി പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ കുറച്ച് ഒരു പ്രോബ്ലം വെച്ചാൽ ഈ EFT NLP ഇതെല്ലാം പല റിലേറ്റീവ്സ് ആണെങ്കിൽ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ കുറച്ച് അറിയുന്നവർ പലരും ഈ നെറ്റിലെല്ലാം പോയിട്ട് സൂഡോ സയൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് ഒരു ട്രസ്റ്റ് വരുള്ളൂ. അതെ അതെ അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പലപ്പോഴും ആരും എന്തൊക്കെയോ EFT ആയിട്ട് നടത്തണം. തീർച്ചയായിട്ടും. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ അതിലൊരു നമ്മൾ ഈ സംഗതി പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. സോ ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ട് ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. ഡെഫിനറ്റ്ലി ദേ വിൽ ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ അവർ ചൂസ് ചെയ്യുക അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. അവർ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദിയർ ലോജിക്കൽ തിങ്കിങ് ദേ വിൽ ബി ചൂസ് ഓവർ. അപ്പോ 50% അവർക്ക് കൺഫ്യൂഷനിലേക്ക് പോകും, സത്യമായിരിക്കാം. 50% അവർ നോ ഇറ്റ്സ് എ സ്റ്റുഡൻറ് അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. പക്ഷെ ദർ ഇസ് എ സെർട്ടൻ പെർസെന്റേജ് ഓഫ് പീപ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി ഓർ ഇന്റർനെറ്റ് ദേ വിൽ ഗോ ആൻഡ് ദേ വിൽ ബിലീവ് ഇൻ തിങ്സ്. ഇതിനെ ബിലീവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ടെക്നോളജിയുടെ ഈ ഒരു സംഗതി കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ നമുക്ക് അതിനൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇതിന്റെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാം. അതിനാണ് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി വേണ്ടതും. അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽസ് ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഡോക്യുമെന്ററികളും സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അത്തരത്തിലുള്ള ചർച്ചകൾ പോസിബിൾ ആക്കി എടുക്കണം. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് കം ബാക്ക് ടു ദ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് അതിനൊക്കെ സാധിക്കട്ടെ. എല്ലാവരുടെയും സഹകരണം, സപ്പോർട്ട് ഉണ്ടാവണം. കാലിക്കറ്റ് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം ഒരു നല്ലൊരു ഹീലിംഗ് ചാപ്റ്റർ തുടങ്ങണം. ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലേക്കും പതിയെ പതിയെ തുടങ്ങാൻ നല്ല ലീഡേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു ഓട്ടോണമസ് ആയിട്ട് നടന്നു പോകേണ്ട ഒരു സംഗതിയാണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഞാൻ ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അല്ലാതെ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ ഇതിനൊക്കെ ഇനീഷ്യേഷൻ എടുക്കുന്ന ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഹീലിംഗ് പരസ്പരം ചെയ്തു കൊടുക്കാവുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് പേർക്ക് പഠിക്കാവുന്ന സംഗതിയാണ്. സോ വി വിൽ ക്രിയേറ്റ് ദാറ്റ്. ഓക്കെ, സോ ഒരു EFT ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കൂടെ സുബീർക്ക. ഓക്കെ, തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. നമുക്ക് എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സുബീർക്ക. എറണാകുളത്ത് നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. സോ വി വിൽ ബി കമ്മിങ് ദെയർ ആൻഡ് ഡൂയിങ് ദ പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഹൗ ടു മാനേജ്, ഹൗ ടു റെഡ്യൂസ് അവർ ആങ്കർ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? പ്രാക്ടീസ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ തന്നെ മെഡിറ്റേഷൻ ഇസ് ലൈക്ക് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ അത് ഒരു കാരണവശാലും ഒരാൾ മിസ്സാക്കരുത്. പലർക്കും അറിയാം, പലരും പങ്കെടുക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ആങ്കർ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളിടത്തേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആങ്കർ കുറക്കാൻ ഉപയോഗിക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നിങ്ങളുടെ ആങ്കർ വല്ലാണ്ട് കുറയ്ക്കും. ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കാം ഡൗൺ ആക്കുന്ന മെഡിറ്റേഷൻ ആണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇതേപോലെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഗൈഡ് മെഡിറ്റേഷൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ മെഡിറ്റേഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുക. ഇതിൽ നമ്മളുടെ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ മെഡിറ്റേഷനിലും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന് മാത്രമായിട്ട് സ്പെഷ്യൽ മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ. ഈ രണ്ട് മെഡിറ്റേഷനാണ് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മോർണിംഗിൽ പ്ലേ ചെയ്യുന്ന അതിനാണ് ദിവസങ്ങളിൽ വ്യത്യസ്തമായ മെഡിറ്റേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ എന്താണ്? ഐഡിയൽ ലൈഫ് ക്രിയേഷൻ ആണോ? വിച്ച് വാസ് ദ മെഡിറ്റേഷൻ? യെസ്, റൈറ്റ്, ഐഡിയൽ ലൈഫ് ക്രിയേഷൻ മെഡിറ്റേഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ ഐഡിയൽ ലൈഫ്, അതിൽ നമ്മൾ എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, സെൽഫ് ആക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ, ഈ രണ്ട് മെഡിറ്റേഷൻസും നിങ്ങളുടെ ആങ്കർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കുറയ്ക്കും. കാരണം ദേഷ്യം നമുക്ക് വരുന്നത് നമുക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടും നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടുമാണ്. നമുക്ക് നമ്മളിൽ സ്നേഹമില്ലാത്തത്, നമുക്ക് സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ കൊണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ ലവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലവോട് കൂടിയിട്ട്, കമ്പാഷനേറ്റോട് കൂടിയിട്ട് വേറൊരാളോട് പെരുമാറാനുള്ള ഒരു ഇമോഷണൽ പ്രോസസ്സിങ് നടക്കും. ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ പ്രോസസ്സിങ് നമുക്ക് നടക്കും നമ്മുടെ ഉള്ളിൽ.
നമ്മുടെ വികാരങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാനുള്ള. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സെൽഫ് ലവ് മെഡിറ്റേഷൻ. അതാണ് സെൽഫ് അക്സെപ്റ്റൻസ് ഞാൻ പറഞ്ഞത്. സെൽഫ് ലവ്, നമുക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹം, സെൽഫ് ലവ് ഭയങ്കരമായിട്ട് വരും, അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ട് വരും. നമ്മുടെ പ്രോബ്ലം അക്സെപ്റ്റൻസ് ഇല്ല, അപ്പൊ ദേഷ്യം വരും. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാവണം. ഓവറോൾ ലോകത്തെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ദ വേൾഡ് ആസ് ഇറ്റ് ഈസ്. ഈ ലോകം ഇങ്ങനെയാണ്. നമ്മുടെ പ്രോബ്ലം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ, കൺട്രോളിങ് ബിഹേവിയർ നമുക്ക് ഡെവലപ്പായി വരുന്നു. ഇത് എവിടുന്നാണ് ഡെവലപ്പായി വരുന്നത്? ഒന്ന്, നമ്മളുടെ പാരന്റ്സ് കൺട്രോളിങ് ആണെന്നുണ്ടെങ്കിൽ, ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉള്ളിൽ വിഷമിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ പെരുമാറ്റമാണ് ദേഷ്യം. ആണോ? പേടിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, അടിച്ചമർത്തപ്പെട്ട ഒരാളുടെ വേദന പ്രകടിപ്പിക്കുന്ന പെരുമാറ്റമാണ് ദേഷ്യം. അല്ലാതെ അത് ശീലിച്ചു പോയതാണ്. എപ്പോഴൊക്കെ അടിച്ചമർത്തപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു, വേദനിപ്പിക്കപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇത് എന്താ വെച്ചാൽ, ഈ ദേഷ്യപ്പെടുന്ന എല്ലാ കൊമ്പന്മാരും വമ്പന്മാരും ഒക്കെ എന്താണ്? പാവങ്ങളാണ്. ഉള്ളിന്റെ ഉള്ളിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് വിഷമിക്കുന്ന ലൈക്ക് കരയാണ്. ലൈക്ക് ഡോണ്ട് ഹേർട്ട് മീ, പ്ലീസ് ഡോണ്ട് ഹേർട്ട് മീ. അപ്പൊ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. അല്ല, അവർ പവർഫുൾ അല്ല. ദേ ആർ ദ മോസ്റ്റ് വീക്കസ്റ്റ് പീപ്പിൾ. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ഉള്ളിൽ സങ്കടപ്പെടുന്ന, അവർ പുറത്ത് മാസ്ക് ഇട്ട് നടക്കുന്നതാണ്, പുറത്ത് ഒരു ആമർ കെട്ടുന്നതാണ്. അവർക്ക് ശരിക്കും പേടിയാണ്, പേടിക്കുകയാണ്. അവർക്ക് സമാധാനത്തിൽ, അവർക്ക് പേടിയെന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്നെ കൺട്രോൾ ചെയ്യും. അടുത്ത ദേഷ്യം വരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് പെർഫെക്ഷനിസം തിങ്കിങ് ആണ്. പെർഫെക്ഷനിസം തിങ്കിങ് ഡെവലപ്പ് ആവുക. അതും ഇതേപോലെ കൺട്രോൾഡ് ബിഹേവിയറിൽ പാരന്റിങ് ഉണ്ടായി കഴിഞ്ഞാൽ, ഓരോ ചെറിയ കാര്യം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിച്ച് വളർത്തിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് മക്കളോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ നമ്മളും അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഓരോ കാര്യത്തിൽ നിയന്ത്രിക്കുക. അപ്പൊ നിയന്ത്രണം കുറച്ചൊക്കെ ലെറ്റ് ഗോ ചെയ്യണം, വിട്ടുകൊടുക്കണം, റിലാക്സ് ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള മൈൻഡ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ എന്താവരുത്? ഓവർ കൺട്രോളിങ് ആവരുത്. ഓരോ മൈക്രോ മാനേജ് ചെയ്യരുത്, മൈക്രോ മാനേജിങ് ചെയ്യരുത് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംഗതിയാണ് പെർഫെക്ഷനിസം. എല്ലാം പെർഫെക്റ്റ് ആവണം, പെർഫെക്റ്റ് ആയാലേ എനിക്ക് സ്നേഹം കിട്ടൂ. മനസ്സിലായോ? ഞാൻ എല്ലാം ശരിയായ രീതിയിൽ ചെയ്താലേ എനിക്ക് സ്നേഹം കിട്ടൂ എന്ന് കുട്ടിയിൽ ഡെവലപ്പ് ആകും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മനുഷ്യന്മാർ ചെയ്ത് കൂട്ടുന്നത് മുഴുവൻ സ്നേഹത്തിനാണ്. കംഫർട്ട് ഫീൽ ചെയ്യാനാണ്, സേഫ്റ്റി ഫീൽ ചെയ്യാനാണ്. അതിനർത്ഥം സ്നേഹമാണ്. ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ സ്വന്തത്തോട് സ്വയം സ്നേഹം ഫീൽ ചെയ്യാനും, അല്ലെ? നമ്മളിത് എന്താ ചെയ്യുന്നത്? പെർഫെക്ഷനിസം എന്താണ്? സ്വയം സ്നേഹം ഫീൽ ചെയ്യാൻ, ഞാൻ കറക്റ്റാണ് ചെയ്തിട്ടുള്ളത് എന്നതിലേക്ക് എത്തും. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാനും, ആ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. എല്ലാത്തിനും ഭയങ്കര പെർഫെക്ഷനിസം സെറ്റ് ചെയ്യും. എന്റെ വസ്ത്രധാരണ രീതി ഇങ്ങനെ ആയിരിക്കണം, എന്റെ എല്ലാത്തിനും ഭയങ്കര നല്ല വല്ലാത്ത വൃത്തി, ഓവറായിട്ട് വൃത്തിയെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺസേൺ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആങ്കർ ഭയങ്കരമായിട്ട് വരും. റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നം വരും. കാരണം ഓപ്പോസിറ്റുള്ള ആള് അത്ര വൃത്തിക്കോ അല്ലെങ്കിൽ ശുദ്ധിക്കോ അല്ലെങ്കിൽ ഓവറായിട്ട് പല കാര്യങ്ങൾക്കും എന്തുണ്ടാവില്ല, പ്രാധാന്യം കൊടുക്കില്ല. ചില ആൾക്കാരെന്ന് വെച്ചാൽ വളരെ കൂളായിരിക്കും. അപ്പൊ രണ്ടും എക്സ്ട്രീം ആവരുത്, ബാലൻസ് ആയി വരണം. അപ്പൊ നമ്മളുടെ പെർഫെക്ഷനിസം വല്ലാണ്ട് പ്രശ്നമായിട്ട് വരുന്നു. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പെർഫെക്ഷനിസം. ഇനിയിപ്പോ മെഡിറ്റേഷൻ ചെയ്യാന്ന് വിചാരിച്ചു, ആ മെഡിറ്റേഷൻ പെർഫെക്റ്റ് ആവണം എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം? മെഡിറ്റേഷൻ കൊള്ളാകും, ലൈക്ക് അത് നശിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹോർമോൺസ് ബാലൻസ്, ഇവർ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ആത്മാർത്ഥത കൂടുതലായിരിക്കും. അത് ടോപ്പ് പെർഫോമൻസ് വേണം, അല്ലെങ്കിൽ ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഇത് അവർ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പായി വന്ന അവരുടെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ആ ക്യാരക്ടർ കുറച്ചൊന്നും എന്ത് ചെയ്യണം? ലെറ്റ് ഗോ ചെയ്യണം. അവിടെയാണ് ലെറ്റ് ഗോ, അക്സെപ്റ്റൻസ്. വേൾഡിൽ പോരായ്മകൾ ഉണ്ടാവും, നമ്മളിൽ പോരായ്മകൾ ഉണ്ടാകും എന്ന അക്സെപ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. അപ്പോഴാണ് നമുക്ക് സമാധാനം വരുന്നത്. ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അവൻ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ ചെയ്യുന്നത്, നമുക്കെല്ലാം പെർഫെക്റ്റ് ആവണ്ടേ?
അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ പിന്നെ വേറെ ആരെയും കാണുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല, അതങ്ങനെ ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യും. നമ്മൾ പിന്നെ കൺട്രോൾ ഫ്രീക്കായി മാറും. നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും, നമ്മുടെ ജീവിത പങ്കാളിയെ കൺട്രോൾ ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അവർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. യെസ് ഓർ നോ? ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത്. സോ ലൈക്ക് ഡു ലൈക്ക് ദിസ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, നമുക്ക് ദേഷ്യം വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. നമ്മൾ നമ്മളുടെ കാര്യത്തിലേക്ക് നോക്കുക, നമ്മളിലേക്ക് നോക്കുക, പരമാവധി നമുക്ക് ചെയ്യാം. പ്ലസ് നമ്മളെയും സ്വയം വല്ലാണ്ട് എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത്. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഗോ. സംഭവിച്ചത് സംഭവിച്ചു, കഴിഞ്ഞത് കഴിഞ്ഞു, മുന്നോട്ട് പോവുക. വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, വാട്ട് വി ക്യാൻ ഡു, വി ഡു ഇറ്റ്. സർ, നമ്മളിപ്പോ ഇതില് കുറച്ചൊരു കോസ്മിക് ഇതിനെ പറ്റി പറയുമ്പോ ദ വേൾഡ് വിൽ ബിഹേവ് അക്കോർഡിംഗ് ടു അവർ വിഷ് എന്നുള്ള ഒരു ലെവലൊക്കെ പറയുന്നില്ലേ? നോ, അക്കോർഡിംഗ് ടു അവർ വിഷ് അല്ല, അക്കോർഡിംഗ് ടു ഹൂ യു ആർ, വാട്ട് ഡു യു ഫീൽ. ഓക്കെ, വിഷ് അല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ലോകം മാറുക, നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്. പ്രോബ്ലം എന്താ അറിയോ? ആൾക്കാർ ആഗ്രഹിക്കുന്നത് പോലെ വരും, പക്ഷെ അതിന്റെ കൂടെ ഫീലിങ്ങും കറക്റ്റ് ആവണം, അതിന് മാച്ച് ആവണം. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ആഗ്രഹിക്കും, കോസ്മിക് എനർജിയിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നതനുസരിച്ച് ഫീലിങ്സ് നമുക്ക് പക്ഷേ ടോട്ടലി ഡിഫറെന്റ് ആണ്. പ്രശ്നം ആഗ്രഹിക്കുക, നിർബന്ധിക്കരുത്, നിർബന്ധം പിടിക്കുമ്പോൾ യു ആർ ട്രൈങ് ടു കൺട്രോൾ ദ പ്ലാൻ ഓഫ് യൂണിവേഴ്സ്. നമ്മളിൽ ചേഞ്ച് വരുമ്പോൾ അത് ഒരു അലൈൻ ചെയ്ത് പോകുന്നുള്ളതാണ്. നമ്മളുടെ എനർജി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ബി ഇങ്ങനെ പറഞ്ഞത്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. മഹാത്മാഗാന്ധി പറഞ്ഞു അല്ലെ, August 15 ആയിരുന്നു. അപ്പം ലൈക്ക് നമുക്ക് ഓർത്തെടുക്കാവുന്ന ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. പിന്നെ പറയുന്നുണ്ട് തഥാസ്തു എന്ന് പറയും, നീ എന്താണോ വിശ്വസിക്കുന്നത് അതായിരിക്കട്ടെ. അതായത് ബി എന്നാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ആസ് എ മാൻ തിങ്കത്ത് എന്ന് പറയുന്നത് ബൈബിളിൽ. മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ. നമ്മളത് എന്താ വെച്ചാൽ നമ്മൾ അതാവണം. ആയാൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമുക്ക് പീസാണ് വേണ്ടെങ്കിൽ ദ വേൾഡ് വിൽ ബിക്കം പീസ്. അത് പീസ് ആവണമെന്നുണ്ടെങ്കിൽ പെർഫെക്ഷനിസം പീസിനെതിരാണ്. പെർഫെക്ഷനിസം കൺട്രോളിങ് ആണ്. യു ആർ ട്രൈങ് ടു കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുള്ളൂ. കാരണം ലൈഫ് ഭയങ്കര രസമാണ്. ഈ ലൈഫിന്റെ ഒരു കോൺട്രാഡിക്റ്റീവ് ഫാക്ടർ അതാണ്. നിങ്ങൾ എപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇത് കയ്യിൽ നിന്ന് കൂടുതൽ പോകും. അതായത് ഒരു കിളിയെ പിടിച്ചിട്ട് കയ്യിലങ്ങോട്ട് മുറുക്കി പിടിച്ചതിന് വിടൂല, ഞാൻ പറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കിളി ചത്തുപോകും. അതിന് പിടിക്കേണ്ട രീതിയിൽ ആ ഒരു സ്നേഹത്തിൽ സ്പേസ് കൊടുത്ത് കൺട്രോൾ ഉണ്ടോ? ഉണ്ട്. എന്നാൽ അങ്ങനെ മനസ്സിലാവുന്നുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതി. അപ്പൊ ബാലൻസ് ആണ് ഇത് എല്ലാത്തിന്റെ സീക്രട്ട്. ഹാവ് എ ബാലൻസ്. പെർഫെക്ഷനിസം എല്ലാം കറക്റ്റാണ്. നോ, എല്ലാം കറക്റ്റ് ആവണം, എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്, ഒരിക്കലും ചിന്തിക്കരുത്. അത് ബുദ്ധിപരമായ നീക്കമല്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ല, എല്ലാം കറക്റ്റ് ആവില്ല. ഐ ഷുഡ് ബി ഗുഡ്. നോ, യു ഡോണ്ട് നീഡ് ടു ബി ഗുഡ് ഓൾ ദ ടൈം. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് മിസ്റ്റേക്സ്. And it will have mistake. So that's the way, that's the beauty. അങ്ങനെ വരുമ്പോഴാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനർത്ഥം നമുക്ക് മിസ്റ്റേക്സ് വരുത്താം എന്നാണോ, അല്ലെ മിസ്റ്റേക്സുകളിലൂടെ പോകാമെന്ന്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹാവ് ദ റൈറ്റ് ബാലൻസ്. ശരികളിൽ തന്നെ നിൽക്കുക. ആ ശരികളിൽ എന്തായിരിക്കരുത്? വാശി പിടിക്കരുത്. എല്ലാവരും ശരിയാവണം, എല്ലാവരും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ശരിയാവണം, എനിക്ക് ഒരു മിസ്റ്റേക്കും ഞാൻ ചെയ്യാൻ പാടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്യാൻ പാടില്ല. തെറ്റുകൾ സംഭവിക്കും, മനുഷ്യൻ സ്വാഭാവികമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, സംടൈംസ് മിസ്റ്റേക്സ് ഹാപ്പൻ. നമ്മൾ ഡെലിബറേറ്റ്ലി ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു, ചിലപ്പോൾ നമ്മൾ അറിയാൻ ദേഷ്യപ്പെട്ടു. ഇറ്റ്സ് ഓക്കെ. അതിന്റെ പേരിൽ പിന്നെ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഹാപ്പി ആയിരിക്കുക, കാമായിരിക്കുക എന്നുള്ളതാണ് ദേഷ്യം നിയന്ത്രിക്കാനുള്ള ഏറ്റവും സംഗതി. ഹാപ്പി ആയിരിക്കുക, അപ്പൊ ഈ കാമായിരിക്കണം എന്നുണ്ടെങ്കിൽ, പീസ്ഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നമുക്ക് നൽകുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പൊ ആ ലെവലിൽ ചോദിച്ചോളൂ. താനേ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? താനേ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ചോദിച്ചത്? നുസ്രത്ത്.
താനേ ദേഷ്യം വരിക എന്ന് പറയുന്നത് എങ്ങനെ? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേഷ്യം വരിക? അത് ഒരു കാരണം ഉണ്ടാവില്ല. പക്ഷെ ആരെങ്കിലും എന്തേ സംസാരിച്ചായിരിക്കും ഞാന് എന്താ അറിയില്ല, താനേ ദേഷ്യം വരുന്നുണ്ട്. അതായത് ആര് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നല്ലത് സംസാരിച്ച ദേഷ്യം വരുമോ? അല്ല, നല്ലതായിരിക്കും പറയണത്, നല്ല കാര്യം എന്തെങ്കിലും ചോദിക്കുകയായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, എന്തോ ഉള്ളിലെന്തോ ഒരു ഫീല് വരിക, ദേഷ്യം. അതായത് ഇത് നല്ലതായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, പക്ഷെ നിങ്ങൾക്ക് അത് അവരുദ്ദേശിക്കുന്നത് നല്ലത് തന്നെയാണോ എന്നൊരു സംശയമാണോ? ചില സമയത്താണ്, ചില സമയത്ത് കുഴപ്പമില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, അതെ ചില സമയത്ത് അങ്ങനെ തോന്നുകയാണോ അവര്? അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ എന്തെങ്കിലും സംഗതി ചോദിച്ചു, എന്നോട് ഇപ്പൊ എന്തിനാ അത് നോക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ വേറെ പണിയിലാണ്, അങ്ങനെയൊക്കെ ദേഷ്യം വരികയാണോ? എന്തോ എന്താ അറിയില്ല, അന്നേരം എന്തോ ഒരു ശല്യം തോന്നുക. അതെ, ഒരു ശല്യം തോന്നുക. അതായത് അപ്പൊ അത്രയും എന്താ വെച്ചാല് ഈ താനേ ദേഷ്യം വരുന്നതൊക്കെ ട്രോമ റെസ്പോൺസിന്റെ ഭാഗമാണ്. നമ്മുടെ ക്യാരക്ടറിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമുക്ക് എന്താ വെച്ചാൽ താനേ ഒരിക്കലും ദേഷ്യം വരില്ല, ഇതിന് കാരണമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ, അതായത് താനേ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? എന്തോ കാര്യം കൊണ്ടാണ് ആ താനേ ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ വെറുതെ ദേഷ്യം വരുന്നത്. എന്തോ കാരണമുണ്ട്. അപ്പൊ വെറുതെ ഒരു ദേഷ്യം ഇല്ല. അപ്പൊ നമ്മളെ ട്രിഗർ ചെയ്യുന്ന, നമ്മൾക്ക് അസ്വസ്ഥമാക്കുന്ന എന്തുകൊണ്ട്, നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഹാപ്പി അല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നശ്വത് മാം, നിങ്ങൾ EFT ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചേർന്നുണ്ട്. ചേർന്നിട്ടുണ്ട്, അടുത്ത ബാച്ചിലുണ്ട് അല്ലേ? ഈ വരുന്ന ബാച്ചിൽ 20-ാം തീയതി. ഓക്കെ, വെരി ഗുഡ്. സോ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ശരിക്കും ഒന്ന് മനസ്സിലാവും. അപ്പൊ അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹീലിംഗ് നടക്കുമ്പോൾ ഈ സംഗതി പൊയ്ക്കോളും കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എന്താ വെച്ചാല് അത് ഹീലിംഗ് നടക്കുന്നതോടുകൂടി നമുക്ക് പോകും. ഇതിന്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ചിലപ്പോൾ കുറച്ച് പെർഫെക്ഷനിസം തിങ്കിങ് ഉണ്ടോ? എങ്ങനെയാ നിങ്ങളുടെ ഒരു അത് നല്ലോണം ഉണ്ട്. അത് തന്നെയാണ്. അപ്പൊ കാരണം കിട്ടിയല്ലോ, മനസ്സിലായോ? അത് നല്ലോണം ഉണ്ട്. എല്ലാം ഇങ്ങനെയാണോ ആ തിങ്കിങ് നല്ലോണം ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ചെറുപ്പത്തില് എങ്ങനെ ഉണ്ടായിരുന്നു? ഉമ്മയായിരുന്നോ ഉപ്പയായിരുന്നോ പെർഫെക്ഷനിസം കൂടുതലുണ്ടായിരുന്നത് ചെറുപ്പത്തില്? ഉമ്മ അങ്ങനെ പറയും. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്നാണ് നിങ്ങൾക്ക് അത് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? ഈ വെളുപ്പ് നിറം വല്ലാണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എല്ലാം വെളുപ്പായിരിക്കണം. എന്താ ബെഡ്റൂം വെളുപ്പായിരിക്കണം, വൈറ്റ് ആയിരിക്കണം, എല്ലാം നല്ല വെളുപ്പിനോട് വല്ലാണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. വെളുത്തത്, വൈറ്റ് കളറിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്തേ. ഐ ലൈക്ക് വൈറ്റ്. യെസ്, ഓക്കെ, ഐ ലൈക്ക് വൈറ്റ്. വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, വൈറ്റ് കളേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ബ്ലാക്ക്. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ട്. വൈറ്റും ബ്ലാക്കും ഇഷ്ടമായിരിക്കും. വൈറ്റ് കളറിനോടൊക്കെ ഷിഫിൽ പറയുന്നു. വൈറ്റ് കളർ, ഓക്കെ, വൈറ്റ് കളർ പറയാം. ഇതെന്താ സൈക്കോളജി, കളർ സൈക്കോളജി ഇതിനുണ്ട്. അപ്പൊ ഇതിൽ സംഗതി വെച്ചാൽ വൈറ്റ് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാം വൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈറ്റ് എന്ന് പറയുന്ന കളറിന്റെ പ്രത്യേകത എന്താ? വെളുത്തത് എന്നുള്ളതിനൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു വൃത്തി കൂടുതലായിരിക്കും. സ്വർണ്ണം എപ്പോഴും അല്ലേ? ആ വൈറ്റില് ഒരു ചെറിയ തുള്ളി മതി, അവർക്ക് ആ വൈറ്റ് ഇഷ്ടം ഉണ്ടാവില്ല. ഒരു ചെറിയ പുള്ളി മതി, പിന്നെ ആ പുള്ളിയെ കാണുള്ളൂ. അവർക്ക് എന്താ വെച്ചാൽ അതോടുകൂടി അവർ അസ്വസ്ഥതായിട്ട്. അതായത് വൈറ്റ് കളേഴ്സ് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് വരുന്ന, എല്ലാത്തിലും വൈറ്റ് പ്രസൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? പെർഫെക്ഷനിസം തിങ്കിങ് സാധ്യത കൂടുതലാണ്. വല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, സാധ്യത കൂടുതലാണ്. എന്ന് വിചാരിച്ചിട്ട് വൈറ്റിനോട് വല്ലാണ്ട് കളർ ഇഷ്ടം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്ഷനിസം ഉണ്ട് എന്നുള്ളതല്ല. ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ചില ആൾക്കാർ എക്സ്ട്രീം ആയിട്ട് വൈറ്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടേത് എല്ലാം വൈറ്റ് ആവാൻ ആഗ്രഹിക്കും. റൂമിൽ പരമാവധി വൈറ്റ് വേണം. ബെഡ് വൈറ്റ് ആയിരിക്കണം, അതിന്റെ ബ്ലാങ്കറ്റ് വൈറ്റ് ആയിരിക്കണം, പില്ലോസ് വൈറ്റ് ആയിരിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ കുറച്ച് കൂടുതൽ വൈറ്റ് ഉണ്ടാവും. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നീറ്റ് ആയിരിക്കണം, വൃത്തിയായിരിക്കണം. അവർ കൈ വല്ലാണ്ട്, കൊറോണ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ ആൾക്കാർ അവരായിരിക്കും. കാരണം ഈ ജംസ് എവിടെയെങ്കിലും കൈ കഴുകുന്ന കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ശ്രദ്ധ കൂടുന്നു. അപ്പൊ അവർക്ക് പൊതുവെ ആങ്സൈറ്റി പതിയെ കൂടി വരാൻ സാധ്യത. അപ്പോൾ എന്താ വെച്ചാൽ ആങ്സൈറ്റി കൂടുതലാണ്. പെർഫെക്ഷനിസം തിങ്കിങ് കൂടുതലായി കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ ചെറുപ്പത്തിൽ നല്ല വൃത്തി ശുദ്ധിയും പാലിച്ചും വളർത്തിക്കൊണ്ടുവന്നായിരിക്കാം, അതിൽ നിന്നുണ്ടായതായിരിക്കാം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ലൈഫിൽ ഇതുപോലെ ഒരുപാട് ചെറുപ്പത്തിൽ കൺട്രോളിങ് കിട്ടിക്കഴിഞ്ഞാൽ, കറക്റ്റ് ആണെന്നുള്ള സംഗതി കിട്ടിക്കഴിഞ്ഞാൽ, നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, നമ്പർ 1 ആണ്, ബെസ്റ്റ് ആണെന്നൊക്കെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ വൃത്തിയിലേക്ക് ചിലർക്ക് വരും.
ചിലർക്ക് അത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആങ്സൈറ്റി കൂടുതലായി കഴിഞ്ഞാൽ എക്സ്ട്രീം ആങ്സൈറ്റി OCD എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, OCD ഒന്നും ഉണ്ടാവില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ പെർഫെക്ഷനിസം ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പക്ഷെ there is a possibility എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ചിലർക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് എന്താ? ബ്ലാക്ക് ഇസ് എ പവർ ഓഫ് കൺട്രോൾ, പവർ, ലൈക്ക് കളർ ഓഫ് പവർ ആണ്. അധികാരം ഫീൽ ചെയ്യുന്ന ഒരു കാണുന്നത്. അതിന് അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഹാസ് ഒരു എന്താ പറയുക, ഭയങ്കര അധികാരം കയ്യിൽ വേണം. അതും ഒരു ഇൻസെക്യൂരിറ്റി എന്ന് വരുന്നതാണ്. ഏത് ഇൻസെക്യൂരിറ്റി? എന്നെ മറ്റാരെയും കൺട്രോൾ ചെയ്യോ എന്നുള്ള ഇൻസെക്യൂരിറ്റി. അപ്പൊ ഞാൻ അവരെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഇൻസെക്യൂരിറ്റി. സോ ദർ ഇസ് ദിസ് കൺട്രോൾ സൈക്കോളജി. സോ വാട്ട് ഹാപ്പൻസ്, ഈ രണ്ട് ഇതിനർത്ഥം എന്താ വെച്ചാൽ കളർ ഇഷ്ടപ്പെട്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്നുള്ളതല്ല. എല്ലാ കളറിനും ഇതേപോലെ കുറെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓവറായിട്ട് കളർ. അവര് വല്ലാണ്ട് ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് തീരെ എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമുണ്ടല്ലോ. അവർ ഫ്രീഡത്തിലൂടെ ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ പറന്ന് കളർഫുൾ ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ ദർ ആർ കളർ ഒരുപാട് സംഗതികളുണ്ട്. അവർക്കെല്ലാം എന്താ വെച്ചാൽ ഫ്രീഡത്തിന് ഭയങ്കര. അപ്പോൾ അവരാരെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതും അവർക്ക് ദേഷ്യം, വിഷമവും, ബുദ്ധിമുട്ടും, പ്രയാസമൊക്കെ ഉണ്ടാകും. വട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാതിരിക്കുക. നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്നതും അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ദേഷ്യം കുറക്കാൻ, അതായത് ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓക്കെ. ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്താൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. നമ്മളൊരു കാം ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ പോകുക. എല്ലാത്തിനും നിർബന്ധം പിടിക്കാതിരിക്കുക, കൺട്രോൾ ചെയ്യാതിരിക്കുക, കൺട്രോൾ ആഗ്രഹിക്കാതിരിക്കുക. ഇത് എവിടെ നിന്നാണ് ഡെവലപ്പ് ആയത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അടുത്ത കാര്യം ഇതിനെന്താ വെച്ചാൽ, നമ്മൾ കാം ഡൗൺ ആക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, എഴുതുക. നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കി, അപ്പൊ തന്നെ നിങ്ങൾ കാം ഡൗൺ ആവും. യു വിൽ ഫീൽ കാം ഡൗൺ. കാരണം നമ്മൾക്ക് പലപ്പോഴും എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ദേഷ്യം നമുക്ക് വരുന്നത് നമുക്ക് ഒന്നുകിൽ പേടി, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഫീലിംഗ്, ഇൻസെക്യൂരിറ്റി, അല്ലാത്ത സങ്കടം, ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ ശരീരം അതിൽ നിന്ന് പുറത്ത് കടക്കാൻ, അതിനെ ചേഞ്ച് ചെയ്യാൻ ശരീരം ആഗ്രഹിക്കുന്നു. അതിന്റെ റിയാക്ഷനാണ് ദേഷ്യം. അത് ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്ത് നമുക്ക് ഫേവറബിൾ ആക്കണം, സേഫ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേഷ്യം പിടിക്കുന്നത്. ഓർണോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദേഷ്യം പിടിക്കുന്നതിന് കാരണം നമുക്കറിയാലോ. നമ്മുടെ പാർട്ണർ നമ്മളോട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓവറായിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അനുകൂലമാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ദേഷ്യം പിടിക്കും, അതിനെ കൺട്രോൾ ചെയ്യണം, കറക്റ്റ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ ഉള്ളിൽ അസ്വസ്ഥനാണ്, അവര് തെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, അത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അവര് നന്നാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അവര് നന്നാകാൻ വേണ്ടിയിട്ടല്ല, മക്കള് നന്നാകാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആ മക്കൾ അങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ അസ്വസ്ഥരാണ്. എനിക്കിത് കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ മനസമാധാനം എനിക്ക് നന്നാക്കാൻ കിട്ടണം, അതിന് കൺട്രോൾ ചെയ്യാം. യു ഗോട്ട് ഇറ്റ്, ദാറ്റ്സ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങളുടെ ഉദ്ദേശം എന്താ പറയാ, ശുദ്ധമായ ഉദ്ദേശമല്ല, അത് സ്നേഹത്തിൽ നിന്നല്ല. നിങ്ങളുടെ അസ്വസ്ഥത. അപ്പൊ അതിനെ നമ്മൾ എന്താ വെച്ചാൽ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് ചില ആൾക്കാർ നമ്മുടെ ഇത്രയും മോർണിംഗ് ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എന്താ വെച്ചാല് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരായി മാറും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ദേഷ്യം കൂടും, അതറിയോ? അങ്ങനെയുണ്ട്. അതായത് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ തുടങ്ങും, അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇവിടുന്ന് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നീ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, എന്താ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്, നീ തെറ്റാണ് ചെയ്യുന്നത്, നിനക്ക് ട്രോമയാണ്, നിനക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെ. ഇതൊക്കെ സാർ, അത് തീരെ ഒന്നും പറയാതെ വിടാൻ പറ്റുമോ? നമ്മളിപ്പോ ഇത് സാർ പറഞ്ഞ ശരി, ഇതിൽ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു അല്ലാതെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് റിയലൈസ് ആവുന്നത് നെഗറ്റീവ് ആണെന്നൊക്കെ. അപ്പോൾ നമ്മളത് വൈഫിനോടോ അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ അതും പറയും. അപ്പോൾ സാധാരണ ഇല്ലാത്തൊരു സംഭവത്തിലായിരിക്കും പറയുന്നത്, പക്ഷെ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് പറയുന്നത്. തീരെ പറയാതിരിക്കണോ എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയാണ് പറയാതിരിക്കല്ല വേണ്ടത്, പറയേണ്ട രീതിയാണ് ചേഞ്ച് ആവേണ്ടത്. ഓക്കെ. അപ്പൊ പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ അസ്വസ്ഥനായി തുടങ്ങാറ്. നമുക്ക് ഈ അറിവ് കിട്ടിയപ്പോ ഈ അറിവിൽ നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു പെർഫെക്ഷനിസം തിങ്കിങ്ങിന്റെ ഭാഗമാണ്, മനസ്സിലാവുണ്ടോ? അപ്പൊ ആ അറിവ് കിട്ടി, നമ്മൾ അത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് പറയുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇത് പറയുന്നതിന് മുൻപ് അവരെക്കാട്ടുള്ള ആവശ്യം നമുക്കാണ്. ഏത്? നമ്മളെ കാം ഡൗൺ ആക്കണം, നമ്മളെ ക്ലിയർ ചെയ്യണം. നമ്മൾ കിട്ടിയ നോളജ് ഒരിക്കലും വേറെ ഒരാൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാനല്ല. ഓക്കെ. നമുക്ക് കിട്ടിയ നോളജ് നമ്മളിൽ അപ്ലൈ ചെയ്യാനാണ് എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം വേണം. ഈ വലിയ വലിയ മുനിമാന്മാരും വലിയ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും വേറൊരാൾ ഉപദേശിക്കുക അയാളെ തെറ്റുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൊണ്ടു, വലിയ ആത്മീയ നേതാക്കന്മാർ ആരും വേറൊരാൾ അങ്ങനെ നടക്കില്ല. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എന്നെ പോലെ ഉപജീവന മാർഗമായിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞിരിക്കുന്ന അധ്യാപകർ, ഇതൊക്കെ അവർക്കൊക്കെ ഉപജീവന മാർഗമാണ്. ഞങ്ങൾക്ക് പറയാല്ലാതെ വേറെ വഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാത്ത സംഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അറിവ് കിട്ടിയ ഒരാൾ എന്ത് ചെയ്യില്ല, ഇത് എന്ത് ചെയ്യില്ല, സ്പ്രെഡ് പറയില്ല. അവരെന്താ വെച്ചാൽ അവർക്ക് അറിയാം ഇത് പറഞ്ഞിട്ടല്ല, നമ്മൾ ലൈഫിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുമുള്ള അപ്പൊ നമുക്ക് ഈ അറിവ് കിട്ടുന്നതോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എനിക്ക് മാത്രമാണ്, എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് അതിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ നമ്മളൊക്കെ അറിയാതെ അതിന് സംഭവിച്ചോണ്ട് അച്ചൊക്കെ ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളടക്കം, ഈ പറയുന്ന ഞാനടക്കം അറിയാതെ എന്ത് ചെയ്യും, നമ്മുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറൊരാളിങ്ങനെ ഉപദേശിക്കാനോ കൺട്രോൾ ചെയ്യാനോ ശ്രമിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ വർക്ക് ചെയ്ത് നമ്മളിൽ എന്താ പറയാ, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കാം ഡൗൺ ആയി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിൽ എത്തും. എന്ത്? പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട പകുതിയിലധികം നമ്മൾ പറയേണ്ട അവർ തന്നെ ചേഞ്ച് ആകും. കാരണം നമ്മുടെ എനർജിയെ ബാധിക്കും, കോസ്മിക് എനർജിയെ ബാധിക്കും. രണ്ടാമത്തത് അവർക്ക് പിന്നെ നമ്മൾ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ഈ അറിവ് കിട്ടുമ്പോൾ നമ്മൾ പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോയിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അവർക്ക് അത് എന്തായി മാറും, അസ്വസ്ഥതയായിട്ട് മാറും. നമ്മൾ അറിയാതെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഈ പുതിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, പുതിയ അറിവ് കിട്ടുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് വി ആർ നോട്ട് ഹാപ്പി വിത്ത് അവർസെൽസ് ആൻഡ് വി ആർ നോട്ട് റെഡി ടു വർക്ക് ഓൺ അവർസെൽസ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അസ്വസ്ഥരാണ്, അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനാണ്. നമ്മുടെ സമാധാനത്തിന് അവരെ പോയിട്ടല്ല ചെയ്യേണ്ടത്, നമ്മുടെ സമാധാനത്തിന് നമ്മളിൽ നമ്മൾ വർക്ക് ചെയ്യുക, ഹീൽ ചെയ്യുക. ഇതൊരു നമ്മളിപ്പോ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ അവര് പെർഫെക്റ്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ നമ്മളത് അവർ പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കേണ്ട, അവർ ബെറ്റർ ആവാൻ ആഗ്രഹിച്ചു. ബെറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുക. അപ്പൊ നമ്മളത് അപ്പൊ അത് നമ്മൾ പറയും, നമ്മൾ ചെയ്യും. പക്ഷെ ഇറ്റ് ഷുഡ് കം ഫ്രം എ പീസ് ഫുൾ മൈൻഡ്. അതിന്റെ നമുക്ക് വരുന്നത് എന്താ വെച്ചാല്, നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തായിരിക്കണം, ഒരു എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വരണം. നമ്മൾ അത് കണ്ടിട്ട് അസ്വസ്ഥമായ സോഴ്സിൽ നിന്ന് വരും. പീസ്ഫുൾ ആയ സോഴ്സിൽ നിന്ന് വന്നാല് അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ കംഫർട്ടബിൾ ആയിട്ട്, അങ്ങനെ സോഴ്സിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ രീതി കംപ്ലീറ്റ്ലി ഭയങ്കര സ്നേഹത്തിന്റെ രീതിയായിരിക്കും. ഒരു ഇറ്റ്സ് ഓക്കെ, സാരമില്ല, അതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പകരം നമ്മൾ ഈ സാധനം പോകുമ്പോൾ വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ 4 വിരൽ നമുക്കെതിരെയാണ്, 3 വിരൽ നമുക്കെതിരെയാണ്. സോ ദാറ്റ് ഇസ് എ റിയാലിറ്റി. എനിവേ, അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ സെഷൻ നിങ്ങൾ കേട്ടിട്ട് എല്ലാവർക്കും നമ്മളുടെ കൂടുതൽ EFT യെ കുറിച്ച് പഠിക്കുക, തെറാപ്പികൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലൈഫിൽ ചേഞ്ച് ചെയ്യുക. നമ്മുടെ സെഷനിൽ പങ്കെടുക്കാൻ, EFT പ്രോഗ്രാമിൽ കോഴ്സിൽ പങ്കെടുക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളൂ. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ നല്ല രീതിയിൽ നമുക്ക് അറിവുകൾ കിട്ടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അറിവ് മൂർച്ചയുള്ള ആയുധമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അത് ഉപയോഗിക്കാതിരിക്കുക. ദേഷ്യം നമുക്ക് എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാം. ഒരറിവും എന്തായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നമ്മൾ നേടുന്ന അറിവുകൾ. അപ്പം ഓഗസ്റ്റ് 20-നാണ് നമ്മുടെ ബാച്ച് നടക്കുന്നത്. ഇന്നിപ്പോ 17 ആയി അല്ലേ? സോ ടുഡേ ഈസ് ലൈക്ക് 16 to 17 റൈറ്റ്? സാർ കാലിക്കറ്റ് മീറ്റപ്പ് ഇല്ല? കാലിക്കറ്റ് മീറ്റപ്പ് ഈ പ്രാവശ്യം അടുത്ത നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. ഐ മീൻ 1-ാം തീയതിയോ അല്ലെങ്കിൽ ഏതോ ഡേറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ ടീം അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം യാത്രയിലായിരുന്നു. ഓക്കെ. അപ്പോ അത് വരുന്നുണ്ട്, മീറ്റപ്പ് വരുന്നുണ്ട്. ഈ ശനിയാഴ്ച, സോറി, ഈ സൺഡേ നമുക്ക് മീറ്റപ്പ് ഇല്ല കേട്ടോ. ഈ സൺഡേ ഇല്ല, ഈ വരുന്ന സൺഡേ ഇല്ല, അത് നാളെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇനി 3 ദിവസം കൂടി ഉള്ളൂ.
പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഷിഫിലൊക്കെ പങ്കെടുത്തതാണ്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ടെസ്റ്റിമോണിയൽസ് വരുന്നുണ്ട്. നിങ്ങൾ കേൾക്കുക, അവരൊക്കെ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതെ അതെ, എല്ലാവരും ജോയിൻ ചെയ്യുക. എന്താ വെച്ചാൽ സാർ ആദ്യം പറഞ്ഞു എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? അത് എക്സൈറ്റ്മെന്റ് അല്ല, അത് ശരിക്കും ലൈഫിലേക്ക് ഇപ്പോ ഓരോരോ എന്താ പറയാ, ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ടാപ്പ് ചെയ്യാറുണ്ടോ ലൈക്ക് ഷിഫിൽ? അതെ അതെ, ഓ തീർച്ചയായിട്ടും എല്ലാ ദിവസവും 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ ഭയങ്കര റിസൾട്ട് ലഭിക്കുന്നുണ്ട് ഡെയിലി. തീർച്ചയായിട്ടും മെഡിറ്റേഷനിലും സ്ഥിരമായിട്ട് പങ്കെടുക്കുക. ഇപ്പൊ സൗദിയിലാണോ ഉള്ളത് ഷിഫിൽ? അതെ, ഞാനിപ്പോ അലാറം വെച്ച്, ആക്ച്വലി ഇവിടെ 4 o'clock ആയിട്ടുള്ളൂ. ഞാൻ അലാറം വെച്ചിരുന്നിട്ടാണ് ഇപ്പൊ ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലാസിന്റെ പവർ തന്നെയാണ്. താങ്ക് യു സോ മച്ച്, ഐ എം സോ ഹാപ്പി. ബിന്ദു മാം എന്താ പറയാനുള്ളത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട്? താങ്ക് യു സോ മച്ച് സാർ. പിന്നെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. കാരണം അത്രയ്ക്കും മാറ്റമുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞതല്ല എനിക്ക് ഭയങ്കര വർക്ക് എന്നൊക്കെ, അത് പിന്നെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനായിട്ട് എഴുതാനിരുന്നത്. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോ എനിക്ക് ഉറക്കേ വരുന്നില്ല എഴുതുമ്പോ. പക്ഷെ അല്ലാത്ത സമയത്ത് ഞാൻ ഉറങ്ങി വീഴാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ക്ലാസ്സിന് വരുന്നതിന് മുമ്പേ ഞാൻ ടാപ്പ് ചെയ്തു. അതുകൊണ്ടായിരിക്കും നല്ല എനർജറ്റിക് ആണ്, ഭയങ്കര മാറ്റമാണ്, നല്ല ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം ടാപ്പിംഗ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. പിന്നെ ബോഡി എന്നെ അനുവദിക്കുന്നില്ല ചില സമയത്ത്. അപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇന്നതാണ് സംഭവം എന്നുള്ളത്. പിന്നെ ഈ ക്ലാസ് കേട്ടപ്പോ തന്നെ ഒത്തിരി അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. കാരണം കാര്യങ്ങളെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. കാരണം EFT പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ സാർ ഇപ്പൊ ക്ലാസ് എടുത്തപ്പോ അത്രയും ഫീൽ ചെയ്യാനും ശരിക്കും ഉള്ളിലേക്ക് അങ്ങോട്ട് തട്ടാൻ പറ്റിയത്. ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും സത്യമാണ്, പച്ച സത്യമാണ്, പച്ച യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യമാണെങ്കിലും വീട്ടിലെ മക്കളുടെ അടുത്താണെങ്കിലും ഇതൊക്കെ നമ്മളൊരു പതിപ്പാണ് സാറ് പറഞ്ഞിരിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ. ശരിക്കും EFT ക്ലാസ്സിൽ വന്നാൽ അതിന്റെ അത്രയ്ക്കും എന്താ പറയാ, നിങ്ങൾക്ക് അത് പിന്നെ അത്രയ്ക്കും ഫീൽ ആവണമെങ്കിൽ EFTയിൽ വരണം. കാരണം ഈ ക്ലാസ്സിന്റെ ഒക്കെ 10 മടങ്ങാണ് EFT എന്ന് പറഞ്ഞാല്. ഇതിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടാവില്ല ക്യാഷ്. കാരണം 10,000-20,000 കൊടുത്താലും ഈ ക്ലാസ് അത്രയ്ക്കും എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്കും ബെനിഫിറ്റ് ആണ് ഉണ്ടായത്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതോടെ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രഷറൊക്കെ കുറവാണ്, മറ്റു പല പ്രശ്നങ്ങളും ഹെൽത്തിലുണ്ട്. എങ്കിൽ പോലും എനിക്ക് EFT ചെയ്ത ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും മടി കൂടാതെ കടന്നു വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്കും മാറ്റം ഉണ്ടാവും. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായ എനിക്ക് ഇത്രയും മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ അതിശയകരമായ വിജയം ഉണ്ടാവാൻ പറ്റുമെന്ന് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതുപോലെ സാർ ഇതൊരു ഭയങ്കരമായ ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്താ വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളും നമ്മളെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴല്ലോ അതിന്റെ ഒരു ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ്. ഓരോരുത്തരായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ഒരു പരിചയമില്ലാത്ത ആളുകളാണ് നമ്മളടുത്ത് ഓരോ എന്താണ് വിശേഷമൊക്കെ ചോദിച്ചു വരുന്നത്. അതൊരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം. നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് ഹീലിംഗ് സെഷൻ ഉണ്ട്. കോഴ്സിൽ പങ്കെടുത്തുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഹീലിംഗിൽ പങ്കെടുക്കണം. ഇപ്പൊ പറഞ്ഞതുപോലെ ബിന്ദു മാം നിങ്ങൾക്ക് റഷീദ് കൺഗ്രാറ്റുലേഷൻ അറിയിച്ചിട്ടുണ്ട് റിസൾട്ടിന്. അപ്പൊ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും വരാം. എനിക്ക് ഈ മോർണിംഗ് സെഷൻ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവുന്നതാണ് ഇഷ്ടം. നിങ്ങൾ ഇതേപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇന്ററാക്റ്റീവ് ചെയ്ത് സംസാരിച്ചു അങ്ങനെ പോവാം കേട്ടോ. നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. റഷീദ് ചോദിച്ചതുപോലെ ഒരുപാട് എക്സ്പീരിയൻസും അനുഭവമുള്ള ആളാണ്. അതേപോലെ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ ചേഞ്ച് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിനൊരു സ്ട്രക്ചർ നമുക്ക് കൊണ്ടുവരണം. സെഷനിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതെന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സുകൾ എനിക്ക് നേരിട്ട് നൽകാനും പറ്റും. എനിവേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. Let's join on. Thank you, sir. Thank you very much. Thank you so much. Have a great day. Thank you. Thank you very much. Have a nice day. Thank you, sir. Thank you, sir. You're welcome. Thank you.